ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ളോഗ്സ്. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിതേ കുറേ നാളുകൾക്ക് ശേഷം ഒരു കല്യാണം കൂടണം കേട്ടോ. എത്രയോ നാളുകളായിട്ടുണ്ടാവും, ഏകദേശം മാസങ്ങളായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഒരുങ്ങാനുള്ള തയ്യാറെടുപ്പുകളാണ്. ഞാനാണെങ്കിൽ കല്യാണം കഴിഞ്ഞ ആ ടൈമിൽ സാരി ഉടുത്തിട്ടാണ്. പിന്നെ സത്യം പറഞ്ഞാൽ സാരി ഉടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് ഇന്നിപ്പോൾ ഇങ്ങനെ സാരി ഉടുക്കാൻ ഭയങ്കര പൂതിയായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ 3 സാരി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലെനിക്ക് കൺഫ്യൂഷനായിരുന്നു ഏതാ ഉടുക്കണ്ടേ എന്നുള്ളത് കേട്ടോ. 3ഉം അടിപൊളി സാരി തന്നെയായിരുന്നു. ഞാൻ ഈ നീല സാരി 3 സാരി ഞാൻ ഉടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ റോസ് നമ്മുടെ കല്യാണത്തിൻ്റെ സെക്കൻഡ് സാരി ആയിരുന്നു കേട്ടോ. ലാസ്റ്റ് ഞാനിത് എല്ലാവർക്കും ചോദിച്ചിട്ട് അമ്മയുടെയൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ സാരി സെലക്ട് ചെയ്തത്. ഈ ഒരു ഗോൾഡൻ ഷെയ്ഡുള്ള അങ്ങനത്തെ സാരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. സാരി ഉടുക്കാൻ അറിയില്ല എന്നുള്ളത് മെയിൻ വിഷയം. പക്ഷെ അതിലുപരി നമ്മുടെ കുഞ്ഞാറ്റേനെയൊക്കെ എടുത്തിട്ട് എങ്ങനെ സാരി ഉടുത്ത് നടക്കുക അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണ് കേട്ടോ ഞാൻ. എനിക്ക് എന്താ അറിയില്ല കേട്ടോ, ഇങ്ങനെ സാരി അത്ര വലിയ കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നണില്ല. ഇങ്ങനെ ഉടുത്ത് നടക്കാനൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുള്ള പോലെയാണ് തോന്നാറുള്ളത്. ഏട്ടൻ ഇവിടെ എപ്പോഴും പറയാറുണ്ട് കേട്ടോ, എന്തെങ്കിലും പരിപാടിക്ക് കുറേ നാളായില്ലേ സാരി ഉടുത്തിട്ട്, സാരി ഉടുക്കുന്നൊക്കെ ഏട്ടൻ എപ്പോഴും പറയാറുണ്ട്. അങ്ങനെ അതൊക്കെ ഉടുത്ത് സെറ്റായിട്ട് വന്നപ്പോൾ രസമൊക്കെ തോന്നിയിട്ട്, കുറേ നാളായില്ലേ സാരി ഉടുത്തിട്ട്, അപ്പോൾ ചെറിയൊരു ഭംഗിയൊക്കെ തോന്നി. പിന്നെന്താ സനുവിനെ എന്താ പറയുക തീരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു കളർ സാരി. അവൾ റോസ് ഉടുക്കാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചെറുതുരുത്തി സുന്ദര ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കേട്ടോ കല്യാണം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വീടിൻ്റെ അവിടെ നിന്ന് തന്നെ ട്രിപ്പ് അടിക്കലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടിയിലാണ് കേട്ടോ പോകുന്നത്. നമ്മൾ നാട്ടുകാരെല്ലാവരും ഒരു ഒന്നിച്ച് കൂടലുണ്ടാവുന്നത് ഇങ്ങനെ വല്ല ഫംഗ്ഷനോ പരിപാടികളൊക്കെ വരുമ്പോഴാണല്ലേ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇതാ വെള്ളമൊക്കെ ഒരുപാട് തരത്തിലുള്ള വെള്ളങ്ങളൊക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ ഉണ്ടോ കല്യാണം ഉണ്ടായിരുന്നു. എന്താ പറയുക, കല്യാണത്തിന് പോവുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പം ലക്ഷ്യം സത്യം പറഞ്ഞാൽ പാലട പായസം മാത്രമാണ്. ആദ്യമൊന്നും ഞാനങ്ങനെ പായസം പൊതുവേ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ ഈ മാരിയമ്മൻ അതുപോലെ അമ്പലങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന നമ്മുടെ ശർക്കര പായസം അത് മാത്രമാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്തോ ഇങ്ങനെ പാലട പായസം കഴിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി. അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ പാലട ഭയങ്കര ഇഷ്ടമായത്. കല്യാണത്തിന് അവിടെ എത്തിയപ്പോഴോ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അതിലപ്പുറം ആൾക്കാരുണ്ടായിരുന്നു, ഒരുപാട് പേരുണ്ടായിരുന്നു. നമ്മുടെ എന്താ പറയുക നാട്ടുകാരും അതിലുപരി ഫാമിലി കുടുംബക്കാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. സനിക്കുട്ടിക്കാണെന്ന് വെച്ചാൽ അവിടെ ചെന്നപ്പോൾ പിന്നെ നമ്മളേനൊന്നും മൈൻഡ് ഉണ്ടായിരുന്നില്ല. നമ്മുടെ അമ്മായിയുടെ മോള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അവളുടെ അനിയത്തിക്കുട്ടി. അപ്പോൾ അത് അവളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്യാണപ്പെണ്ണിനെ ചെക്കനെ ശ്രദ്ധിക്കുന്നതിലുപരി നമ്മുടെ കലാപരിപാടിയിലേക്ക് കടന്നിട്ട് ഫുള്ള് ഫോട്ടോ എടുക്കലും വീഡിയോസ് എടുക്കലും തന്നെയായിരുന്നു. എന്താ പറയുക, എപ്പോഴേലും ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഒന്നിച്ച് കാണുമ്പോഴുള്ള വിശേഷം പറച്ചിലായിരുന്നു കേട്ടോ ഞാൻ അവിടെ ഫുള്ളായിട്ടും കണ്ടിട്ടുണ്ടായിരുന്നത്. സനുവിൻ്റെ ഇതേ ഫുൾ മേക്കപ്പും അവൾ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡ്രസ്സായാലും അവൾക്ക് ഇഷ്ടമുള്ളത് തന്നെയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. മുല്ലപ്പ് മാത്രമാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ദേ കുഞ്ഞാറ്റിക്ക് ഞാൻ ട്രൗസറും ഷർട്ടുമാണ്. എനിക്ക് എന്താണെന്നറിയില്ല ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനത്തെ ഈ ഡ്രസ്സ് കുഞ്ഞാറ്റിക്ക് ഇട്ട് കൊടുത്തപ്പോൾ. പക്ഷെ ഒരുപാട് പേരെന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ നല്ലൊരു ഫംഗ്ഷന് എന്താ പറയുക പെൺകുട്ടിക്ക് ഇങ്ങനെ ആൺകുട്ടിയുടെ വേഷം ഇട്ട് കൊടുത്തേനെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ മോൻ്റെ പേര് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പെൺകുട്ടിയാണെന്നിങ്ങനെ പറഞ്ഞ് നടക്കുന്നതായിരുന്നു. അപ്പോൾ എങ്ങനെ നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് ഈ വേഷം നന്നായിട്ടുണ്ടോ അതോ ഉടുപ്പ് അങ്ങനെ ഇട്ടാലാണോ രസം എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. കല്യാണത്തിന് പോയാൽ എന്താ മെയിൻ കല്യാണ സദ്യ, അല്ലാതെ എന്താ. കഴിക്കാനിരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫുള്ള് നിറച്ച് വിഭവങ്ങളാണ് കേട്ടോ ഉണ്ടായിരുന്നത്. എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രയും വിഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അതോ അടിപൊളി ടേസ്റ്റും ആയിരുന്നു. പല കറികളും എനിക്ക് പേരറിയാത്തതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിയൽ, കാബേജ് ഉപ്പേരി, പച്ചടി, കിച്ചടി, തോരൻ, കൂട്ടുകറി, പിന്നെന്താ മസാലക്കറി, പപ്പടം, പുളിയിഞ്ചി, അച്ചാർ, പിന്നെ ദേ ഈ മഞ്ഞക്കറി എന്തോ പൈനാപ്പിൾ കറിയാണെന്ന് തോന്നുന്നു മുന്തിരി ഇട്ടത്. ഞാൻ എൻ്റെ തൊട്ടടുത്ത് സനുവിൻ്റെ വിളമ്പിയപ്പോൾ ഞാൻ അവളേൽ 2 മുന്തിരി വീണത് കാണാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എല്ലാവർക്കും മുന്തിരി ഉണ്ടാവും. കറക്റ്റായിട്ട് അതേപോലെ എനിക്കും മുന്തിരി കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും മുന്തിരി കിട്ടുന്നുണ്ട് കേട്ടോ. അതെന്ത് കറിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്താ പറയുക, ചോറ് വിളമ്പുന്നതിന് മുന്നേ തന്നെ നമ്മൾ വയറ് നിറഞ്ഞൊരവസ്ഥയായിരുന്നു. ഇത്രയും വിളമ്പി കണ്ടപ്പോൾ ഇതിലേതാണ് കഴിക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ കൂടിയായിരുന്നു. അങ്ങനെ അതേ അടിപൊളി സദ്യ കഴിച്ച് വയറ് നിറഞ്ഞൊരു ഫീൽ തന്നെയാണ് ഇന്നത്തെ ഭക്ഷണത്തിന് ഉണ്ടായത്. 2 കൂട്ടം പായസം പരിപ്പും പാലടയൊക്കെ കൂട്ടി അടിപൊളി സദ്യ തന്നെയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. കുഞ്ഞാറ്റ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവളൊരു ഗ്ലാസ് പായസം കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഞാൻ മുല്ലപ്പൂ കഴിച്ച് വെച്ചിട്ട് സനു കല്യാണപ്പെണ്ണ് ഒരുങ്ങുന്നത് പോലെ ഒരുങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ മുല്ലപ്പൂ എല്ലാം എടുത്ത് തലയിൽ വെക്കുന്നതാണ് കണ്ടേ.
അങ്ങനെ രാവിലത്തെ പരിപാടി കഴിഞ്ഞു. കല്യാണം അങ്ങനെ ഗംഭീരമായിട്ട് നടന്നു. ഇനി നേരെ റിസപ്ഷനിലേക്ക്. നമ്മുടെ കൊളപ്പുള്ളിയിലുള്ള പള്ളിയാലിൽ എന്ന് പറഞ്ഞ മണ്ഡപത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഈ റിസപ്ഷനും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നത്. അടിപൊളി മണ്ഡപമാണ് കേട്ടോ. ഭയങ്കര സെറ്റിങ്സൊക്കെ ഭയങ്കര രസമാണ്. അപ്പം ഞാനിത് ഈ മണ്ഡപത്തിലേക്ക് 2 പ്രാവശ്യം മുന്നേ വന്നിട്ടുണ്ട്. ചെന്നപ്പോഴേക്കും എന്തേ സാനു അമ്മുക്കുട്ടി അവരുടെ പരിപാടിയിലേക്ക് കടന്നു. ഒരുപാട് തരം വെള്ളം ഉണ്ടായിരുന്നു. എന്തോ പൈനാപ്പിൾ ജ്യൂസ്, അതുപോലെ ആപ്പിള്, മിൻറ്റ്, അങ്ങനത്തെ ഒരുപാട് ജ്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു. ആ വെള്ളം ഫുള്ള് ഒന്നൊഴിയാതെ ട്രൈ ചെയ്തു എന്നതാണ് സത്യം. എല്ലാതൊന്നും കുറച്ചേശ്ശെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് ഗ്രീൻ ആപ്പിളിൻ്റെ ഒരു ഫ്ലേവറായിരുന്നു. ഭയങ്കര ടേസ്റ്റായിരുന്നു. കുറച്ച് നേരം ഞങ്ങളവിടെ സ്റ്റേജിലത്തെ പരിപാടിയും പ്രോഗ്രാമൊക്കെ കണ്ടു. അടിപൊളി കോസ്റ്റ്യൂമായിരുന്നു കേട്ടോ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഉണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്. അവിടെ പോയപ്പോൾ ബൊഫേ ആയിരുന്നു. ബിരിയാണി, പൊറാട്ട, വെള്ളയപ്പം, കുറുമക്കറി, ചിക്കൻ വറുത്തത്, ചിക്കൻ കറി, കോളിഫ്ലവർ. നമ്മളിപ്പോൾ നോണ് കഴിക്കാത്തവർക്ക് വെജിറ്റബിളിൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കിങ്ങനെ കുറേ കാണുമ്പോൾ ഏതൊക്കെ കഴിക്കണ്ടേ എന്നുള്ള കൺഫ്യൂഷൻ വരും. ആ സമയത്ത് നമ്മുടെ വയറന്നെ മറക്കുന്ന ഒരവസ്ഥയായി തോന്നുന്നു. ഞാനിതെല്ലാം കുറച്ചേശ്ശെ വാങ്ങിയിട്ടുണ്ടായിരുന്നുണ്ട്. നമ്മുടെ സാനു കാണിച്ച കുറച്ച് റൈസും ചിക്കൻ വറുത്തതും മാത്രമാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ഐസ്ക്രീം, ആ ഒരു ഫ്രൂട്ട്സിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടി ആയപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഐസ്ക്രീമൊക്കെ കഴിച്ച് അടുത്ത സെക്ഷനിലേക്ക് പോയപ്പോൾ അതേ കുറേ പല ടൈപ്പിൽ പല ഫ്ലേവറുകളും ഭയങ്കര ടേസ്റ്റ് ഉള്ളതും. പിന്നെ എന്താ പറയുക, ഞാൻ ഇപ്പോൾ കഴിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, ചിലത് അങ്ങനെ ഒരു പുളിപ്പും ചൊവ്വയും നമുക്ക് പറ്റാത്ത ടേസ്റ്റൊക്കെ, അങ്ങനത്തെ പല രീതിയിലുള്ള ചായകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാത്തിൻ്റെയും പേരുകളൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ സമയത്ത് ഒന്നും ഓർമ്മയില്ല. മിൻറ്റ് ടീ, ജിഞ്ചർ ടീ, പൈനാപ്പിൾ ടീ, ഗ്രീൻ ടീ, പിന്നെ ഏലക്കായയുടെ, അങ്ങനത്തെ ഒരുപാട് തരം ഉണ്ടായിരുന്നു. 6-7 ടൈപ്പ് ചായകളുണ്ടായിരുന്നു. എനിക്ക് അതിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായത്, ഞാൻ സ്ഥിരം കുടിക്കുന്ന ഒന്ന് ഗ്രീൻ ടീയും പിന്നെ അതുപോലെ ജിഞ്ചർ ടീ ഭയങ്കര ഒരു നാരങ്ങയൊക്കെ പിഴിഞ്ഞ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് മാത്രമാണ് ഞാൻ കൂടുതലായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഈ ഒരു കല്യാണ പരിപാടി റിസപ്ഷൻ അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയും. ഇമ്മാതിരി ഒരു കല്യാണം ഞാൻ കൂടിയിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അടിപൊളി പ്രോഗ്രാമായിരുന്നു. അപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് തൊണ്ടയ്ക്ക് പണി കിട്ടുമെന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വിശേഷം എത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബായ്.